നമസ്കാരം. UP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന് ഒരു പശു ഓടിച്ചു. ഇവിടെ UPയിലെ ഗോരഖ്പൂർ മുനിസിപ്പാലിറ്റിയിലെ ഒരു പാലം ഉദ്ഘാടനത്തിന് വന്നതാണ് കക്ഷി. ഇദ്ദേഹം കാറിൽ നിന്ന് ഇറങ്ങിയ സമയത്ത് പെട്ടെന്നൊരു പശു അങ്ങോട്ട് ഓടിയെടുത്തു. സുരക്ഷാ ജീവനക്കാരുടെ അവസരോചിതമായ ഒരു ഇടപെടൽ ഉണ്ടായതിന്റെ ഭാഗമായി ഇദ്ദേഹത്തിന് കുഴപ്പങ്ങളൊന്നും ഉണ്ടായില്ല. ഇനി കുഴപ്പങ്ങളൊന്നും ഉണ്ടായില്ലെങ്കിലും സുരക്ഷാ വീഴ്ച ചൂണ്ടിക്കാണിച്ച് മുനിസിപ്പാലിറ്റിയിലെ ഒരു ജീവനക്കാരനെ സസ്പെൻഡ് ചെയ്തു എന്ന വാർത്തയും പുറത്തു വരുന്നുണ്ട്. എന്തായാലും ഇന്നലെയാണ് ഈ വാർത്ത എന്റെ ശ്രദ്ധയിൽപ്പെട്ടത്. അതിനുശേഷം മറ്റു മാധ്യമങ്ങളൊക്കെ അവരുടെ സോഷ്യൽ മീഡിയ പേജുകളിലൊക്കെ ഈ വാർത്ത പങ്കുവച്ചിട്ടുണ്ട്. കുറച്ച് എരിവും പുളിയും ഒക്കെ ഈ വാർത്തയുമായി ബന്ധപ്പെട്ട് ഓരോ വാർത്തകളിലും ഇങ്ങനെ കൂടി വരുന്നുണ്ട്. അങ്ങനെ വന്നില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. കാരണം പശു ഓടിച്ചത് ആരെയാണ്? UP മുഖ്യമന്ത്രിയാണ്. ഇദ്ദേഹം വോട്ട് പിടിച്ചതും കുത്തിത്തിരിപ്പുണ്ടാക്കിയതും ഒക്കെ പശുവിന്റെ പേരിലാണ്. എപ്പോഴും പശുവിന്റെ പേര് പറഞ്ഞാണ് ഇദ്ദേഹം അവിടെ നിലനിൽക്കുന്നത്. എന്തായാലും എല്ലാ കാര്യങ്ങളും പശുവിന് മനസ്സിലായി എന്ന രീതിയിലാണ് വാർത്തകൾ പുരോഗമിക്കുന്നത്. എല്ലാം മനസ്സിലായ പശുവിന്റെ ക്ഷമ നശിച്ചു. കാരണം കുത്തിത്തിരിപ്പുണ്ടാക്കാൻ പശുവിന്റെ പേര് ഉപയോഗിക്കും. എന്നാൽ ഈ പശുവിനെ തന്നെ കൊന്ന് വിദേശത്തേക്ക് കയറ്റി അയക്കുന്ന ആളുകളുണ്ട്. അവർക്ക് വേണ്ട ഒത്താശ ചെയ്തു കൊടുക്കും. ഹലാൽ സ്റ്റിക്കർ ഒട്ടിച്ച ഭക്ഷണം കഴിക്കരുത് എന്ന് പറയും. എന്നാൽ ഈ പശുവിനെ BJP RSS സംഘടനകൾക്ക് വേണ്ടപ്പെട്ട ചില ആളുകൾ കൊന്ന് ഹലാൽ സ്റ്റിക്കർ ഒട്ടിച്ച് വിദേശ രാജ്യങ്ങളിലേക്ക് കയറ്റി അയച്ചാൽ യാതൊരുവിധ നടപടിയുമില്ല, അതിനെ പിന്തുണക്കും. ഇതൊക്കെ മനസ്സിലാക്കിയ പശുവിന്റെ ക്ഷമ നശിച്ചു എന്ന് ഒരു വിഭാഗം പറയുമ്പോൾ, മറ്റു ചില ആളുകൾ ഈ പശു ഓടിച്ച സംഭവത്തെ നോക്കിക്കാണുന്നത്, ഈ സംഘികൾ എന്ന് പറഞ്ഞാൽ പൊതുവെ പശുവിനെ കണ്ടാൽ അല്ലെങ്കിൽ പശുവിന്റെ പേര് കേട്ടാൽ താണ് വണങ്ങുന്ന ആളുകളാണ്. ഇനി പശു ഒരു അവസരം കിട്ടിയപ്പോൾ ഇദ്ദേഹത്തെ വണങ്ങാൻ പോയതാണോ എന്നുള്ള സംശയവും പങ്കുവെക്കുന്നുണ്ട്. ആ ഒരു സംശയത്തെയും നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. കാരണം പശുവിന് ഇദ്ദേഹത്തെ ഇതുവരെ നേരിട്ട് കിട്ടിക്കാണില്ല. ഈ പശുവിന്റെ പേരൊക്കെ പറഞ്ഞു വല്ലാതെ പശുവിനെ പുകഴ്ത്തുമ്പോൾ ഈ പശുവിനെ കണ്ട ഭാവം നടിക്കാതെ ഇദ്ദേഹം സാധാരണ പോകുന്ന ഒരു മനുഷ്യനായിരിക്കും. ഒരു അവസരം കിട്ടിയപ്പോൾ പശു ഇദ്ദേഹത്തെ അടുത്ത് കിട്ടിയപ്പോൾ അല്ലെങ്കിൽ അടുത്ത് കിട്ടാൻ സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കിയപ്പോൾ ഇദ്ദേഹത്തെ കണ്ടൊന്ന് തൊഴാൻ പോയതാവും. കാരണം ഈ പശുവിനെ അങ്ങനെയാണല്ലോ ഇദ്ദേഹം കൊണ്ടു നടക്കുന്നത്. അങ്ങനെയും വാർത്തകൾ പുരോഗമിക്കുന്നുണ്ട്. ഏതാണ് സത്യം എന്നൊന്നും ഇപ്പോൾ പറയാൻ കഴിയില്ല. അദ്ദേഹം ഈ വാർത്തയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് പ്രതികരണങ്ങളൊന്നും തന്നെ ഉണ്ടായിട്ടില്ല. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത കൂടെ UPയിൽ നിന്ന് എന്റെ ശ്രദ്ധയിൽപ്പെട്ടു. അതായത് രാജ്യത്ത് വിവിധ സ്റ്റേറ്റുകളിൽ ക്രിസ്മസുമായി ബന്ധപ്പെട്ട് അവധി പ്രഖ്യാപിച്ചു. കേരളത്തിൽ, ഡൽഹിയിൽ, അതുപോലെ തന്നെ പഞ്ചാബിലൊക്കെ അവധി പ്രഖ്യാപിച്ചു. UPയിൽ ക്രിസ്മസിന് അവധിയില്ല എന്നുള്ളതാണ്. അതായത് ക്രിസ്മസ് ദിവസം ഡിസംബർ 25 മുൻ പ്രധാനമന്ത്രി വാജ്പേയിയുടെ ജന്മശതാബ്ദി ആഘോഷവുമായി ബന്ധപ്പെട്ടുള്ള പരിപാടികൾക്ക് കുട്ടികൾ എത്തണം, എല്ലാവരും സ്കൂളുകളിൽ എത്തണം. UPയിലെ ക്രിസ്തുമത വിശ്വാസികൾക്ക് തൽക്കാലം ക്രിസ്തുമസ് ആഘോഷം വേണ്ട എന്നുള്ള ഒരു തീരുമാനം കൂടെ UP ഗവൺമെന്റ് കൈക്കൊണ്ടിരിക്കുന്നു. ഞാൻ ഈ ഒരു വിഷയം കൂടെ ഇവിടെ ചേർത്ത് പറയാൻ ഒരു കാരണമുണ്ട്. ഈ ആരിഫ് ഹുസൈൻ തെരുവത്ത് എന്നൊക്കെ പറയുന്ന ഒരു മനുഷ്യനുണ്ട്. ഇയാളെ കുറിച്ച് ഇപ്പോൾ വിശേഷിപ്പിക്കുന്നത് എക്സ് പേപ്പട്ടി എന്നാണ്. ആ എക്സ് ഒഴിവാക്കണം എന്നുള്ള ഒരു അപേക്ഷയുണ്ട്. കാരണം ഇയാളുടെ ഫേസ്ബുക്കിലെ ഇയാളുടെ പോസ്റ്റുകളൊക്കെ കാണുമ്പോൾ എക്സ് എന്നുള്ള ആ ഒരു കാര്യം മാത്രം ഒഴിവാക്കിയാൽ നന്നായിരുന്നു എന്നുള്ള ഒരു അഭിപ്രായം എനിക്കുണ്ട്. ഇദ്ദേഹം പറയുന്നത് ലോകത്തെ ക്രിസ്ത്യാനികൾ ഭരിക്കുന്ന രാജ്യങ്ങളിലൊക്കെ ചില ആളുകളെ ഭയന്ന്, ഇദ്ദേഹത്തിന്റെ ഭാഷയിൽ പേപ്പട്ടികളെ ഭയന്ന് ക്രിസ്മസ് ആഘോഷം വേണ്ടെന്ന് വെച്ചു. അതേസമയം ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്ത് ക്രിസ്മസ് ആഘോഷം എല്ലാ സ്ഥലങ്ങളിലും നടക്കുന്നു എന്നുള്ളതാണ്. ഈ UPയിലെ അവസ്ഥ ഈ ചങ്ങാതി കണ്ടിട്ടുണ്ടോ എന്ന കാര്യം എനിക്കറിയില്ല. കണ്ടിട്ടില്ലെങ്കിൽ UPയിലെ അവസ്ഥ എന്താണ് എന്നൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കണം. ഒരു കാര്യം കൂടെ എനിക്ക് ഈ ആരിഫ് ഹുസൈന്റെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാനുണ്ട്. അത്ഭുതമൊന്നുമുള്ള കാര്യമല്ല, അത് കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി അവിടെ നടക്കുന്ന ഒരു കാര്യമാണ്. ഈ പാലക്കാട് എന്ന് പറയുന്ന സ്ഥലത്ത് ഈ കഴിഞ്ഞ ദിവസം വാളയാറിൽ ഒരു ഇതര സംസ്ഥാന തൊഴിലാളിയെ തല്ലിക്കൊന്നു. കഴിഞ്ഞ ഡിസംബറിൽ, അതായത് ഈ 2024 ഡിസംബറിൽ ക്രിസ്മസ് ആഘോഷവുമായി ബന്ധപ്പെട്ട് അവിടെ പുൽക്കൂട് തകർത്തു, കത്തിച്ചു എന്നൊക്കെയുള്ള വാർത്തകൾ പുറത്തു വന്നിരുന്നു. ഇത്തവണയും അവർ മോശമാക്കിയിട്ടില്ല. അതായത് അവർക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളൊക്കെ അവരവിടെയും ചെയ്തിട്ടുണ്ട്. ഇതുകൂടെ ഈ ആരിഫ് ഹുസൈൻ ഒന്ന് ശ്രദ്ധിക്കണം. അവിടെ ഒരു ക്രിസ്മസ് കരോളുമായി ബന്ധപ്പെട്ട് കുട്ടികൾ നടത്തിയ ഒരു പരിപാടിക്ക് നേരെ ഒരു BJP പ്രവർത്തകൻ ഉറഞ്ഞു തുള്ളി. കുട്ടികളുടെ പരാതിയിൽ പാലക്കാട് കസബ പോലീസ് കേസെടുത്ത് ഇയാളെ പിടിച്ചകത്തിട്ടിട്ടുണ്ട്. അതുകൂടെ ഒന്ന് മനസ്സിലാക്കണം. ഈ ക്രിസ്മസ് ആഘോഷമൊക്കെ നടത്തിക്കൊള്ളാൻ പറയും. അതുപോലെ തന്നെ ക്രിസ്മസ് കാലത്ത് കേക്ക് വീട്ടിൽ കൊണ്ടുകൊടുക്കും. വോട്ട് നേടുന്നതിന് വേണ്ടി പല പരിപാടികളും പല പ്രചരണങ്ങളും ചില ആളുകൾ നടത്തും. എന്നാൽ ക്രിസ്ത്യാനികളുടെ ക്രിസ്മസ് ആഘോഷവുമായി ബന്ധപ്പെട്ട് ഏകദേശം ആ ദിവസങ്ങളൊക്കെ അടുത്തു വരുമ്പോൾ ചില ആളുകൾക്കൊന്നും ഇരിപ്പിറങ്ങില്ല. യോഗി ആദിത്യനാഥ് ആ സ്റ്റേറ്റിൽ തന്നെ വേണ്ടെന്ന് വെച്ചു. എന്തായാലും നമ്മുടെ കൊച്ചു കേരളത്തിൽ BJP കുറച്ചൊക്കെ നില മെച്ചപ്പെടുത്തിയ സ്ഥലത്ത് അവർക്ക് ചെയ്യാൻ കഴിയുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ അവർ ചെയ്യുന്നുണ്ട്
എന്നുകൂടി ആരിഫ് ഹുസൈൻ ഒന്ന് മനസ്സിലാക്കിയാൽ നല്ലതാണ്.